ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗുരുദേവ്. വെൽക്കം ബാക്ക്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാനും കീർത്തുട്ടിയും ബാംഗ്ലൂരിൽ തന്നെയാണ് ഉള്ളത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും മാസം ബാംഗ്ലൂരിൽ നിൽക്കുന്നത്. നാട്ടിലാണെങ്കിൽ എനിക്കും കീർത്തുട്ടിക്ക് വേണ്ടി അച്ഛനമ്മയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഡിസംബർ 15-ന് ഞാനും കീർത്തുട്ടിയും തിരിച്ച് കാസർഗോഡേക്ക് പോകും. പക്ഷെ ഇപ്പം ഞാനും കീർത്തുട്ടിയും പോകുന്നത് ഒരു ജ്വല്ലറി ഷോപ്പിലേക്കാട്ടോ. അത് ജ്വല്ലറി വാങ്ങാനല്ല, ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. കീർത്തുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ജ്വല്ലറി പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഒരുപാട് ദിവസമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കീർത്തുട്ടി. അങ്ങനെ കീർത്തുട്ടി മാനിഫെസ്റ്റ് ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് കീർത്തുട്ടി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വന്നിരിക്കുന്ന ജ്വല്ലറി ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷേ കീർത്തുട്ടി ഇന്ന് ഒരു ജ്വല്ലറി പരസ്യത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്ന കാണുമ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ എനിക്കതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു. ഞാൻ വേറെ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെക്കാളും കുറച്ച് ഉയരങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഭാര്യ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ഒരു ഉപദേശം കൊടുക്കുമ്പോഴോ ഈ ഭർത്താക്കന്മാർക്കൊക്കെ ഭയങ്കര അസൂയയും കുശുമ്പാണ് വരാറുള്ളത്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ശരിക്കും നമ്മളുടെ ഭാര്യ നമ്മളെക്കാൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും ഹാപ്പി ആവുകയല്ലേ വേണ്ടത്. എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കീർത്തുട്ടിയുടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കും നമ്മൾ ഭർത്താക്കന്മാരെടുക്കുന്നതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് നമ്മളുടെ ഭാര്യമാരെടുക്കുന്ന ഡിസിഷൻസ്. അപ്പോൾ ഇനി ഭാര്യമാർ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അസൂയയും കുശുമ്പും വരുന്ന ഭർത്താക്കന്മാർ നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അവിടെയുള്ള ഓരോ തരം ജ്വല്ലറിയൊക്കെ ആണെങ്കിൽ കീർത്തുട്ടി ആക്ടിങ് തുടങ്ങി. ആ ജ്വല്ലറിയൊക്കെ ഇട്ട് കീർത്തുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയിട്ടോ. എന്റെ ഭാര്യ ഇത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് ഇന്നാ ചിന്തിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഞങ്ങളെ പോലെ ഹാപ്പി ആയിട്ടിരിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.